ഹലോ WICC, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓൺലൈൻ സർവീസിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഓൺലൈൻ സർവീസിനായിട്ട് ഒരുക്കത്തോടു കൂടി ആയിരിക്കാം. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് WICCയുടെ ഓൺലൈൻ സർവീസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ആ ന്യൂ കമേഴ്സ് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ മെൻഷൻ ചെയ്താട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, നിങ്ങളെ കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങളുടെ കണക്ട് ടീം ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കുന്നു. നാം ഇപ്പോൾ അല്പസമയം ഈ ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനം നൽകിക്കൊണ്ട് ആരാധിക്കുവാനായിട്ട് നാം തയ്യാറെടുക്കുകയാകുന്നു. നമ്മുടെ മുഴുവൻ ഹൃദയത്തെ നൽകിക്കൊണ്ട്, നമ്മുടെ മുഴുവനായിട്ടുള്ള സമർപ്പണം ദൈവത്തിന് നൽകിക്കൊണ്ട് WICCയുടെ ആരാധന സംഘം നമ്മെ നയിക്കുമ്പോൾ നമുക്ക് ഉച്ചത്തിൽ പാടിക്കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ നയിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നന്ദി പറയാം നല്ലവനെ യേശുവേ. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. യേശുവേ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നടക്കൊണ്ടും താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നടക്കൊണ്ടും താൻ. ഹല്ലേലൂയ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. നീ നല്ലവൻ. ഊരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക്.
കൂട്ടിനായി വരും തൻ പോലും വഴിയും കൂടെന്നും ആശ്വാസമായി. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക്. കൂട്ടിനായി വരും തൻ പോലും വഴിയും കൂടെന്നും ആശ്വാസമാ. ചേർന്ന് പറയാം, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. യേശുവേ നീ വിശ്വസ്തൻ. ഭൂമിയും മാറും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിൻ ദിനം കോട്ടത്തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിൻ ദിനം കോട്ടത്തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. യേശുവേ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ആ ദൈവത്തിൻ്റെ ആ തികവിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം നമുക്ക് എല്ലാവർക്കും ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഭയത്തിന് സ്ഥാനമില്ല, ഇവിടെ നിരാശകൾക്ക് സ്ഥാനമില്ല. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദവും നിറഞ്ഞ് തുളുമ്പുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്കൊന്ന് പകർന്നാട്ടെ. ആമേൻ. അവൻ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, അവൻ സ്നേഹമാകുന്നു. ദൈവമേ, അവനിൽ കൂടി അല്ലാതെ ആരും ദൈവത്തെ കാണത്തില്ലെന്ന വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ തികഞ്ഞ സ്നേഹത്തിൽ ആ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവൻ വലിയ വലിയ സ്നേഹമുള്ള ഒരു വലിയ പിതാവാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല എന്ന വചനം പറയുന്നത്. ആമേൻ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ പകരാം. ആമേൻ. യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, അവനെ പോലെ കരുതാൻ നമുക്ക് മറ്റാരുമില്ല. ആമേൻ. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശയാണ്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ തൊട്ടത് നമുക്കൊന്നുകൂടെ പറയാം, എനിക്ക് യേശുവിനെ പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. താങ്ക് യു ഫാദർ. കർത്താവേ, ഞങ്ങളുടെ സ്നേഹത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ, ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു അപ്പാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ യേശുവേ,
യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഓ ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഓ അങ്ങേ പോലെ കരുതാൻ ആരുമില്ല യേശുവേ. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ. മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ. യേശു എന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. ഹേ നാദാ നന്ദി യേശുവേ. ഹല്ലേലൂയ. ഏകനെന്നു തോന്നിടുമ്പോൾ യേശു സ്നേഹിതൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ.
ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. Hallelujah. യേശുവേ, നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശുവേ Hallelujah. നീ നല്ലവൻ, നീ നല്ലവൻ യേശുവേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങൾ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും യേശു നല്ല ഓഹരി.
കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തുന്നു. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ആമേൻ. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ യേശുവേ, യേശുവേ നീ നല്ലവേ. രോഗങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ. രോഗങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ. അടിപിണരാൻ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപിണരാൻ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ആമേൻ. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. യേശുവിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്തുന്ന യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
നീ നല്ലവൻ, സത്യത്തിലും ആത്മാവിലും നീ വിശ്വസ്തൻ തന്നെ എന്ന് പറയാം. ഹല്ലേലൂയ. ആരും വേണ്ട, നീ മാത്രം മതി. ഹല്ലേലൂയ. ഒരാരാരരേ ഒരാക്കേരോരശേരോരാരേ നീ നല്ലവൻ. ചേർന്ന് പറയാം, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനീരും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഒരിക്കലും പറയാം, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ആമേൻ. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതൂ അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നീ വിശ്വസ്തൻ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകർന്നാട്ടെ. നമ്മളെ അധികമായി സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. നമ്മുടെ ഓമന പേര് ചൊല്ലി നമ്മളെ വിളിക്കുന്നവൻ, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം അവനോട് പങ്കുവച്ചാട്ടെ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും നമ്മളെ സ്നേഹിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന സന്തോഷം ആ കർത്താവുമായിട്ടൊന്ന് പങ്കുവച്ചാട്ടെ. ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹപൂർവ്വമുള്ള ഒരു ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. Thank you, Lord. യേശുവേ, ഹല്ലേലൂയ. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ
സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എൻ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. അതിശ്രേഷ്ഠം എനിക്കേറ്റം പ്രിയമുള്ളനാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു. എനിക്കൊരു തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം
ഏറ്റവും പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു, 10,000 അതിശ്രേഷ്ഠൻ, എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു, എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം, എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. Hallelujah. Oh. Hallelujah. Hallelujah. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Hallelujah. Hallelujah. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും
എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഹല്ലേലൂയാ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എത്രമാത്രം വലിയൊരു അനുഗ്രഹമാകുന്നു ഈ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരവസരം കൂടെ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ അളവറ്റ രീതിയിൽ വ്യാപരിക്കുവാനായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ സർവീസിനായിട്ട് ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ഒരു വാക്ക് ഇന്ന് നൽകണമേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് നൽകിയ വാക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാകുന്നു. അവിടെ ആ പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ആവശ്യമായിരിക്കുന്ന മേഖലയിൽ ഒരു വിടുതലിനായിട്ട് താൻ ദൈവസന്നിധിയിലായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തോട് താൻ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പൗലോസ് അപ്പോസ്തലനോട് ഉത്തരം പറഞ്ഞതായിട്ടുള്ള ഈ വാക്യമാകുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവം പൗലോസ് അപ്പോസ്തലനോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ബലഹീനതയിലൂടെ കടന്നു പോകുന്ന എനിക്ക് ദൈവം ആവശ്യപ്പെടുന്ന, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. ദൈവം എന്നെ ആക്കിയിരിക്കുന്നതായിട്ടുള്ള റോളുകളിൽ, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ചുമതലകളിൽ, സ്ഥാനങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മറ്റൊരു തുറന്ന വാതിലല്ല, നിങ്ങൾക്ക്
ആവശ്യമുള്ളത് മറ്റു ചില ഉപദേശങ്ങളല്ല, എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കൃപയാകുന്നു. ആ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പ്രത്യേകമായി പറയുന്നൊരു കാര്യമുണ്ട്, താഴ്മപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എളിയവർക്ക് ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് ഈ ഒരു കാലയളവിൽ അനേകർ ബലഹീനത, അത് അവർ നിരാശപ്പെട്ട് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ബലഹീനത നമ്മെ നിരാശയിലേക്കല്ല നയിക്കേണ്ടത്, എന്നാൽ ബലഹീനത നമ്മെ താഴ്മപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നയിക്കുമാറാകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബലഹീനത, തനിക്ക് വിടുതൽ ആവശ്യമായിരിക്കുന്ന ആ മണ്ഡലത്തെ ദൈവമുമ്പാകെ വയ്ക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമാകുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് നിങ്ങൾ ഏത് ആവശ്യത്തിലൂടെ ആണെങ്കിലും ശരി കടന്നു പോകുന്നത്, നിങ്ങൾ ആ ആവശ്യങ്ങളെ ദൈവമുമ്പാകെ വയ്ക്കുവാൻ ഓർത്താകട്ടെ. അത് സാമ്പത്തികമാകട്ടെ, അത് രോഗങ്ങളുടെ സൗഖ്യമാകട്ടെ, വൈകാരികമായിട്ടുള്ള സൗഖ്യമാകട്ടെ, ആന്തരികമായിട്ടുള്ള സൗഖ്യമാകട്ടെ, നിങ്ങൾക്ക് പുതിയ ഒരു ദിശയെക്കുറിച്ചുള്ള കൺഫർമേഷൻ ആകട്ടെ, നിങ്ങളുടെ ജോലി മണ്ഡലത്തിലുള്ള ഒരു ഉന്നതിയാകട്ടെ, എന്തു വേണമെങ്കിലും ആകട്ടെ, നിങ്ങൾ ബലഹീനനെന്ന് നിങ്ങൾ എണ്ണുന്ന ആ മേഖലയെ ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾ പോകാതെ, അതിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാതെ, അതിൽ എനിക്ക് ആവശ്യം ദൈവ കൃപയാകുന്നു, എൻ്റെ ശക്തിയാൽ എനിക്ക് അത് സാധ്യമാകുന്നില്ല എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവമുമ്പാകെ താഴ്മപ്പെടുവാൻ നിങ്ങൾ തീരുമാനിച്ചാട്ടെ. വചനം നിവൃത്തിയിൽ വരും, എളിയവർക്ക് ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ഞാൻ കാണുന്നൊരു കാര്യം, വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഭർഷിക്കാതെ ഔദാര്യത്തോടുകൂടെ നൽകുന്ന ദൈവമുമ്പാകെ ചോദിക്കുക എന്ന് വചനം പറയുന്നു. എന്നാൽ ഇപ്രകാരമുള്ള കൃപയുടെ കാര്യം പറയുകയാണെങ്കിൽ എളിയവർക്ക് ദൈവം നൽകുന്നു എന്ന വചനം പറയുകയാണ്. അവിടെ ചോദിക്കണമെന്ന് പോലും ഓർമ്മിപ്പിക്കുന്നില്ല. എന്നാൽ നാം നമ്മുടേതായിട്ടുള്ള ബലഹീനത മനസ്സിലാക്കി ദൈവമുമ്പാകെ താഴ്മപ്പെട്ട്, കർത്താവെ എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ നമ്മുടെ വലിയ ദൈവം എളിയവനായ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയെ നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവകൃപ പ്രിയപ്പെട്ടവരെ വളരെ ശക്തമാകുന്നു. നിങ്ങൾ ഇന്ന് ബലഹീനരെന്ന് എണ്ണുന്ന ആ മണ്ഡലത്തിൽ ദൈവകൃപ വ്യാപരിച്ച് നിങ്ങൾ ജയാളികളായിട്ട് എഴുന്നേൽക്കുമാറാകട്ടെ. ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവകൃപ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ചിലർ സംഗീത വാദ്യോപകരണങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പ്രത്യേകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ചില ഓൺലൈൻ സെഷൻസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില വിദ്യാർത്ഥികളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങൾക്ക് ഇന്നു മുതൽ അത്ഭുതകരമായ പുരോഗതി ഉണ്ടാകുമാറാകട്ടെ. ചിലർ ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ട് ശ്രമിച്ച് നിങ്ങൾക്ക് അതിനെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് ഭാരപ്പെട്ട് നിരാശരായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുമാറാകട്ടെ. ഇതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടുകൂടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ദൈവം വരുത്തി. താനിപ്പോൾ ബലഹീനതയെ ഭയപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ബലപ്പെടുന്നത് കാണുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ രീതിയിൽ അത് പ്രവഹിക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ ഇനിമേൽ നിങ്ങളുടെ ബലഹീനതയിൽ ഭയപ്പെടാത്ത ആൾക്കാരായി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വലിയ തോതിൽ അളവറ്റ നിലവാരത്തിൽ നിങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് വരുമാറാകട്ടെ. ചെവി വേദനയാൽ ഭാരപ്പെടുന്ന ചിലരെ യേശുക്രിസ്തു കാണിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ. മുട്ടിന്മേലുള്ള വേദനയാൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം വരുമാറാകട്ടെ. മുട്ടിൻ്റെ മേലുള്ള നീരിനാൽ ഭാരപ്പെടുന്നവരുടെ മേൽ ആ ഇടിമ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾ ഏതെല്ലാം അസുഖങ്ങളാൽ അത് നിങ്ങളുടെ ബലഹീനതയായിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ഈ വചനം എൻ്റെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതി ചെയ്യാതെ മടങ്ങി പോകരുത് എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഒരുങ്ങി നിൽക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. Praise the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. As I was seeking God for a word for this Sunday, ഈ ഞായറാഴ്ചയ്ക്കായിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് അന്വേഷിച്ചപ്പോൾ I was inspired in the Spirit to talk about enduring faith
that is tested. സഹിച്ചു നിൽക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ താല്പര്യപ്പെടുത്തി. Let me share a story which is a very familiar story of a French tightrope walker. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഫ്രഞ്ച് ടൈറ്റ് റോപ്പ് വാക്കറിൻ്റെതായിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. His name was Charles Blondin. അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ബ്ലോണ്ടൻ എന്നായിരുന്നു. He was the first person to cross the Great Niagara Falls walking 11,000 feet across on a tightrope. താനാകുന്നു ആദ്യമായിട്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ 11,000 അടിയിൽ അപ്രകാരം ആ കയറിലൂടെ കുറുകെ കടന്ന ആദ്യത്തെ വ്യക്തി. He walked across 160 feet above the falls. താൻ ആ വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് ഏകദേശം 160 അടിയിലാണ് താൻ അപ്രകാരം കുറുകെ കടന്നത്. And he did that several times, and every time he did that very differently. താൻ ഓരോ പ്രാവശ്യം അത് പല പ്രാവശ്യം ചെയ്തു, ഓരോ പ്രാവശ്യം വ്യത്യസ്തമായ ഭാവത്തിൽ രീതിയിൽ താൻ അത് ചെയ്യുവാൻ തുടങ്ങി. Once he did it with a sack, and another time he did it with a bicycle, and there was another time he did it in darkness, once blindfolded. താൻ ഒരു സമയത്ത് ഒരു ചാക്കുമായിട്ട് അത് ചെയ്തു, മറ്റൊരു സമയത്ത് ഒരു സൈക്കിൾ പിടിച്ചുകൊണ്ട് ചെയ്തു, മറ്റൊരു സമയത്ത് താൻ ഇരുട്ടിൽ അത് ചെയ്തു, എന്നാൽ മറ്റൊരു സമയത്താണെങ്കിലോ കൺ കെട്ടിക്കൊണ്ട് താൻ അത് ചെയ്യുകയാണ്. Once he pushed a wheelbarrow over the tight rope across the Niagara. എന്നാൽ ഒരു സമയത്താണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള കുറുകെയുള്ള ആ കയറിലൂടെ ഒരു വീൽ ബാരോ താൻ ഉന്തിക്കൊണ്ടു പോവുകയാണ്. He loaded it with potatoes and he asked the crowd asking them, can I do this? Take this wheelbarrow across. ഒരു സമയത്ത് താൻ ആ വീൽ ബാരോയിലാണെങ്കിൽ മുഴുവൻ ഉരുളക്കിഴങ്ങ് നിറച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന കാണികളോട് ചോദിക്കുകയാണ്, ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമോ? And the crowd said, yes, you can. We believe you can do that. അപ്പോൾ അവിടെയുള്ള കാണികളെല്ലാം ജനക്കൂട്ടം പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിനക്ക് നിശ്ചയമായും അത് സാധ്യം. Then he asked them a question, can I carry a person in this wheelbarrow? അപ്പോൾ ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയെ എനിക്ക് ഇതിനകത്ത് കൊണ്ടുപോകുവാൻ കഴിയുമോ? And they all cheered him up saying, yes, we believe you can do that. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ആർപ്പിടുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിനക്ക് നിശ്ചയമായും അത് കഴിയും. And then he asked them a question, who wants to get into the wheelbarrow? അതിനുശേഷം താൻ ഒരു ചോദ്യം അവിടെയുള്ള ആ ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ്, ആർക്കാണ് ഈ വീൽ ബാരോയിൽ കയറി ഇരിക്കുവാൻ ധൈര്യമുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ളത്? Obviously there was absolute silence. അപ്പോൾ അവിടെ മുഴുവനായിട്ട് അത് വലിയ നിശബ്ദത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷമായി. It's one thing to say we believe, it's another thing to trust somebody and give yourself to that person. വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യമാകുന്നു, എന്നാൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മറ്റൊരു കാര്യമാകുന്നു. It's one thing to say, Jesus, I believe in you. It's another thing to trust him and him alone completely. യേശുവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യമാകുന്നു, എന്നാൽ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് യേശുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നത് അത് വ്യത്യസ്തമായ ഒരു കാര്യമാകുന്നു. Well, faith is not just a feeling. It's not just believing. It's about trusting Christ and him alone. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല, വിശ്വസിക്കുക മാത്രമല്ല, എന്നാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ ഏൽപ്പിക്കുകയാകുന്നു. Faith is like a muscle. The more we work it out, the more we stretch, the stronger it gets. വിശ്വാസം നമ്മുടെ പേശികൾ പോലെയാണ്. എത്രമാത്രം നാം അതിൽ വ്യായാമം ചെയ്യുന്നു, എത്രമാത്രം അതിൽ അധ്വാനിക്കുന്നുവോ അത് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. James chapter 1 verse 2 to 4 says, for when your faith is tested, your endurance has a chance to grow. So let it grow. For when it is fully developed, you will be strong in character and ready for anything. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ എല്ലാത്തിനും തയ്യാറായിക്കൊണ്ട് അപ്രകാരം സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. The intent of faith being tested by God is he wants us to be ready for anything. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാം സകലത്തിനും ഒരുക്കമുള്ളവരാകുവാനാകുന്നു. The faith that cannot be tested cannot be trusted. പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ആശ്രയിക്കുവാനോ അല്ലെങ്കിൽ വിശ്വസിക്കുവാനോ കഴിയുകയില്ല. And today I want to meditate on few of the tests of faith, not a complete list. I want to pick 3 tests and want to go through
that along with you. ഇന്ന് വിശ്വാസത്തിന്റെ ചില പരീക്ഷകളെ കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പൂർണ്ണമായിട്ടുള്ള ഒരു പട്ടികയൊന്നുമല്ല, എന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ള 3 പരിശോധനകളെ കുറിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. There's another story. A patient who was undergoing a surgery for the first time was visibly very panicky, and the surgeon asked him, "Why are you so troubled?" ഇപ്രകാരം മറ്റൊരു കഥയുണ്ട്. ഒരു രോഗി താൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോകുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ താൻ ഏറ്റവും പരവേശപ്പെട്ടിരിക്കുന്നത് പോലെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആ ശസ്ത്രക്രിയ ചെയ്യുന്ന ആ വിദഗ്ധൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നു? And the patient said, "Doc, this is my first time I'm going through a surgery, and I've never been through a procedure like this." അപ്പോൾ ആ രോഗി പറയുകയാണ്, ഡോക്ടർ, ഇത് എൻ്റെ ആദ്യത്തെ ശസ്ത്രക്രിയയാണ്, ഇതുപോലെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ ഇതുവരെ കടന്നു പോയിട്ടില്ല. Immediately the doctor answered, telling that this is my first surgery too. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടറും ഉത്തരം പറയുകയാണ്, ഇത് എന്റെയും ആദ്യത്തെ ശസ്ത്രക്രിയയാകുന്നു. You can imagine the plight of the patient. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയും ആ രോഗിയുടേതായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. We will trust only somebody who has gone through a certain situation, who has gone through certain examinations, who is tested and who has cleared it. We will trust ourselves in their hands. ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, ചില പരീക്ഷകളിലൂടെ കടന്നുപോയി അതിജീവിച്ച് ജയാളികളായവരെ മാത്രമേ നാം വിശ്വസിക്കുകയുള്ളൂ. Likewise, our faith needs to be tested. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും പരീക്ഷിക്കപ്പെടേണ്ടതാകുന്നു. And there is a whole list of heroes of faith in Hebrews chapter 11. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ വലിയ വീരന്മാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. And that's why we will turn to Hebrews chapter 11. We will read through verse 6 to 16. അതുകൊണ്ടാകുന്നു നാം ആ അധ്യായം ഇന്ന് ശ്രദ്ധിക്കുവാൻ പോകുന്നു. 6-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ നാം ഇന്ന് വായിക്കുന്നതായിരിക്കും. Well, between 6 and 16 there are stories about the heroes of faith. ഇന്ന് ഈ 6-ാം അധ്യായത്തിന്റെയും 16-ാം അധ്യായത്തിന്റെയും ഇടയിൽ വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. In 6 it says, "And without faith it is impossible to please God." 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. And 16 says, "Therefore God is not ashamed to be called their God." എന്നാൽ 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. In Message version it says, "God is so proud of them." മെസ്സേജ് വേർഷനിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവം അവരെ കുറിച്ച് അഭിമാനിക്കുന്നു. So between you cannot please God without faith, there are stories of heroes of faith, and in 16 God says, "I'm so proud of them." അപ്പോൾ 6-ാമത്തെ വാക്യം പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നും അതിനുശേഷം വിശ്വാസ വീരന്മാരുടെ കഥകൾ അവിടെ പറയുകയാണ്. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ അതിനുശേഷം പറയുന്നു, അവരുടെ ദൈവം എന്ന് വിളിക്കുവാനായിട്ട് പറയപ്പെടുവാനായിട്ട് ദൈവം ലജ്ജിക്കുന്നില്ല. So I want to learn what did these heroes of faith do so that they pleased God, not only just pleased God, but God said, "I'm so proud of them." അപ്പോൾ ഞാൻ ഇന്ന് അറിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈ വിശ്വാസത്തിന്റെ വീരന്മാർ എന്ത് ചെയ്തു? അവർ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമല്ല, എന്നാൽ ദൈവം ഇന്ന് അവരെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. So between these two verses we're going to pick 3 tests and go through an understanding of these 3 tests to apply it in our life. അപ്പോൾ ഈ വാക്യങ്ങളുടെ ഇടയിൽ നിന്ന് നാം 3 പരിശോധനകൾ നാം എടുക്കുവാനായിട്ട് പോവുകയാണ്. ആ ശോധനയെക്കുറിച്ച് അതിൻ്റെതായിട്ടുള്ള തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുവാൻ പോകുന്നു. Verse 7. 7-ാമത്തെ വാക്യം, By faith Noah, being warned by God about things not yet seen, in reverence prepared an ark for the salvation of his household, by which he condemned the world and became an heir of the righteousness which is according to faith. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. So the test 1 is a test of new assignment. അപ്പോൾ ആദ്യത്തെ ശോധന എന്ന് പറയുന്നത് അത് ആ പുതിയ ദൗത്യത്തിൻ്റെതായിട്ടുള്ള ശോധനയാകുന്നു. God gave a warning for the people at that generation to Noah. That warning led to a new assignment to build an ark. ദൈവം ആ നോഹയുടെ കാലഘട്ടത്തിലുള്ള വ്യക്തികൾക്ക് ഒരു താക്കീത് നൽകുകയാണ്. എന്നാൽ ആ താക്കീത് ഒരു പെട്ടകം ഉണ്ടാക്കുക എന്നുള്ള പുതിയ ദൗത്യത്തിലേക്ക് നോഹയെ നയിക്കുകയാണ്. And Bible is full of stories about people who heard a voice, a message, a warning from God, and that led to an assignment
by God. വചനത്തിൽ നാം നിരന്തരമായി കാണുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്നുള്ള താക്കീത് ലഭിച്ചിരിക്കുന്ന വ്യക്തികളെ പുതിയ ഒരു ദൗത്യത്തിലേക്ക് അത് നയിക്കുന്നതിനെ കുറിച്ച്. Noah to build an ark. നോഹയ്ക്ക് ഒരു പെട്ടകം പണിയുവാനായിട്ടായിരുന്നു. Moses to lead the people out of Egypt. മോശയ്ക്ക് ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിരുന്നു. Joshua to lead Israelites to the promised land. യോശുവയെ സംബന്ധിച്ച് ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാനായിരുന്നു. Esther to save her people. എസ്തറിനാണെങ്കിലോ തന്റെ ജനത്തെ വിടുവിച്ച് രക്ഷിക്കുവാനായി. Nehemiah to build the wall. നെഹമ്യാവിനെ സംബന്ധിച്ച് മതിലുകളെ പണിയുവാനായിട്ട്. To apostles and the disciples to take the gospel to the ends of this world. അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഈ സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റം വരെയും എടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകുവാനായിട്ട്. If people of God, if you and me have received a message, a warning, a reminder from God, we have an assignment. ദൈവജനമേ, നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ദൈവത്തിൽ നിന്നൊരു ദൗത്യമുണ്ട്. We might say Noah heard a warning from God which was very clear to Noah. നാം ചിലപ്പോൾ പറയുമായിരിക്കാം നോഹ ദൈവത്തിൽ നിന്ന് കേട്ട താക്കീത് എന്ന് പറയുന്നത് നോഹയ്ക്ക് വളരെ വ്യക്തമായിരുന്നു. What about us? What's the warning in this generation? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ ദൈവം നമുക്ക് നൽകുന്ന താക്കീത് എന്താകുന്നു? Well, the warning, the reminder, the message from the Lord for this generation is the soon coming King. ഈ തലമുറയ്ക്ക് ദൈവം നൽകുന്ന താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ സൂചന എന്ന് പറയുന്നത് ഉടനെ വരുന്ന രാജാവിനെ കുറിച്ചാകുന്നു. The day of the judgment by the King. ന്യായവിധിയുടേതായിട്ടുള്ള ദിവസം ഈ രാജാവിനാൽ നടക്കുന്നതിനെ കുറിച്ച്. It's loud and clear. That's the message that the Lord is sending to us. അത് വളരെ വ്യക്തമായി വളരെ ഉച്ചത്തിലായിട്ടുള്ള ഒരു സൂചനയാകുന്നു, താക്കീതാകുന്നു, സന്ദേശമാകുന്നു ദൈവം നമുക്ക് നൽകുന്നത്. Just like in the time of Noah, they could not imagine the rain, they could not imagine the ark. So today people cannot imagine the soon coming King and the judgments. നോഹയുടെ സമയത്ത് എപ്രകാരം വ്യക്തികൾക്ക് മഴയെക്കുറിച്ച് ഓർക്കുവാൻ കഴിയുന്നില്ലയോ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിയുന്നില്ലയോ, പെട്ടകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ലയോ, അതുപോലെ ഈ തലമുറയിൽ അവർക്ക് വരുവാനിരിക്കുന്ന രാജാവിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. The message to Noah led him to take an assignment and he acted in obedience. നോഹയ്ക്ക് ആ താക്കീത് അല്ലെങ്കിൽ സന്ദേശം തന്നെ പുതിയ ഒരു ദൗത്യത്തിലേക്ക് നയിക്കുകയാണ്, താൻ അത് അനുസരിക്കുകയും ചെയ്തു. How are you and me responding to this message and responding to the assignment that God has given to us? ഞാനും നിങ്ങളും ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൗത്യത്തോട് എപ്രകാരം പ്രതികരിക്കുന്നു? Well, some of us, our initial response is, what did you say, Lord? നമ്മിൽ ചിലരുടെ പ്രതികരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, കർത്താവ് എന്ത് എന്നോട് പറഞ്ഞിരിക്കുന്നു? That's too big an assignment for me to even think. അത് എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള വലിയൊരു ദൗത്യമാകുന്നുവല്ലോ. Are you sure this is what is expected of me? അതോ ദൈവമേ ഇത് തന്നെയാണ് അങ്ങ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഉറപ്പാണോ? Me, Lord? ഞാൻ തന്നെയാണോ കർത്താവേ? I don't think I heard this correct from you. അല്ലെങ്കിൽ ഞാൻ ഇത് ദൈവത്തിൽ നിന്ന് വളരെ വ്യക്തമായി കേട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. I need more confirmation. എനിക്ക് വീണ്ടും വീണ്ടും ഉറപ്പിന്റെ ആവശ്യമുണ്ട്. You know, we can give umpteen excuses, but Noah heard the message and started working on the ark. നമുക്ക് എത്ര ഒഴിവഴികൾ വേണമെങ്കിലും പറയുവാൻ കഴിയും, എന്നാൽ നോഹയാണെങ്കിലോ താൻ കേട്ട സന്ദേശത്തിനനുസരിച്ച് താൻ ആ പെട്ടകം പണിയുവാൻ തുടങ്ങി. The test of a new assignment is how you are responding to the assignment God has entrusted to you. ഒരു പുതിയ ദൗത്യത്തിൻ്റെതായിട്ടുള്ള പരിശോധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശോധന എന്ന് പറയുന്നത് ഇതാകുന്നു, നിങ്ങൾ എപ്രകാരം അതിനോട് ദൈവത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളതാകുന്നു. I was just thinking, if you go back 1 year from, go backward 1 year, last year, this time, if somebody would have told us about the lockdown or the virus, and what would be our response to it? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു വർഷം പുറകിലേക്ക് നാം പോവുകയാണെങ്കിൽ ആരെങ്കിലും നമ്മോട് പറയുകയാണ് ഈ ലോക്ക്ഡൌണിനെ കുറിച്ച്, ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാം അതിനോട് എപ്രകാരം പ്രതികരിക്കുമായിരുന്നു? Would you have responded it very differently and started preparing for a day like this today? നിങ്ങൾ വ്യത്യസ്തമായി അതിനോട് പ്രതികരിച്ച് ഇന്ന് ഇതുപോലൊരു ദിവസത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങുമായിരുന്നോ? God is looking for somebody who will trust his message and will start doing something, act something about it. തൻ്റെതായിട്ടുള്ള വാക്കിനെ, സന്ദേശത്തെ വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ ശരിയായ രീതിയിൽ പ്രതികരിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. Well, why this test of new assignment is an enduring test? എന്തുകൊണ്ടാണ് ഈ പുതിയ ദൗത്യത്തിൻ്റെതായിട്ടുള്ള ശോധന എന്ന് പറയുന്നത്? അത് സഹിച്ചു നിൽക്കേണ്ടതായിട്ടുള്ള, ഉറച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ശോധനയാകുന്നു. It's not about just
starting something, it is about bringing the assignment to completion. അത് തുടങ്ങിയാൽ മാത്രം പോരാത്തൊരു ദൗത്യമാകുന്നു, എന്നാൽ അതിനെ ഏറ്റവും നന്നായ രീതിയിൽ പൂർത്തീകരിക്കേണ്ട ഒരു ദൗത്യമാകുന്നു. Well, men and women of faith, they responded, they obeyed, and they completed the assignment that was entrusted to them. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യങ്ങൾ അവർ പൂർത്തീകരിക്കുകയുണ്ടായി. The ark was built. ആ പെട്ടകം നിർമ്മിക്കപ്പെട്ടു. Moses did lead his people from Egypt. മോശ നിശ്ചയമായും ആ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. Joshua successfully led them into the promised land. യോശുവ ആ ജനത്തെ വളരെ വിജയകരമായിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയുണ്ടായി. Esther boldly saved the people from annihilation. എസ്തർ ഉറച്ചു നിന്നുകൊണ്ട് ആ ജനത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. Nehemiah and team finished the rebuilding of the wall. നെഹമ്യാവും സംഘവും ആ മതിലിൻ്റെതായിട്ടുള്ള പണിയെ പൂർത്തീകരിക്കുകയാണ്. Apostles and disciples, they kept the faith. They finished the race that was entrusted to them. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഓട്ടം അവർ തികച്ചു. Think about those new assignment that God is nudging in your heart. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പുതിയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ദൗത്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാട്ടെ. In seasons like this, the needs are huge and we need to rise up and take steps in faith. ഇതുപോലെ ഉള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും ആവശ്യങ്ങൾ വർദ്ധിച്ചിരിക്കുമ്പോൾ നാം വിശ്വാസത്തിന്റെ ചുവടുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. Don't let opportunities pass by giving lame excuses, by thinking that is it possible in and through me. ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് ഈ അവസരങ്ങൾ പാഴാക്കുവാനായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്രകാരം ചിന്തിച്ച് ഇത് എന്നെ കൊണ്ട് സാധ്യമാണോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട്. Because that reveals what we trust in our God. അത് വെളിപ്പെടുത്തുന്ന കാര്യമാകുന്നു നാം കർത്താവിലൂടെ എന്തെല്ലാം നാം വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു എന്നുള്ളത്. I want to encourage you, if you have an assignment, you have a message, you have an assignment, take a step in faith. ഞാൻ ഇന്ന് പ്രത്യേകമായി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഇന്ന് ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദൗത്യം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ അത് ഏറ്റെടുത്താട്ടെ. It's not a 100-meter dash, it's a marathon, it's a long haul. ഇത് ഒരു 100 മീറ്റർ പെട്ടെന്ന് ഓടുന്ന ആ ഓട്ടമല്ല, എന്നാൽ മാരത്തോൺ പോലെ ദീർഘദൂര ഓട്ടമാകുന്നു. It is an assignment. He is the one who gives the direction on how to move forward. ഇത് ഒരു ദൗത്യമാകുന്നു. ആ ദൗത്യത്തിൽ നാം എങ്ങനെ മുന്നേറണമെന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മുടെ ദൈവമാകുന്നു. So acknowledge him and he will direct your path. അപ്പോൾ ഈ ദൈവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ദൈവം നമ്മുടേതായിട്ടുള്ള മാർഗങ്ങളെ മുന്നോട്ട് നയിക്കും. Bible says his word is a lamp unto my feet. വചനം പറയുകയാണ് ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് എൻ്റെ കാലുകൾക്ക് പ്രകാശമാകുന്നു. You know what? The lamp shows the direction for the next one step or two steps. ഈ വിളക്ക് കാണിക്കുന്നത് എന്താകുന്നു? അടുത്ത 1-2 ചുവടിലേക്കുള്ള പ്രകാശമാകുന്നു. You might have a very big assignment, നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ദൗത്യമായിരിക്കും ഉണ്ടായിരിക്കുക. but the step of faith is to start taking one step at a time. എന്നാൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ചുവട് എന്ന് പറയുന്നത് ഓരോരോ ചുവടായി മുന്നോട്ട് പോവുക എന്നുള്ളതാകുന്നു. And he will direct your paths. അങ്ങനെ ദൈവം നിങ്ങളുടെ വഴി തെളിക്കും. And he will show you what's the next step when you take the first step. നിങ്ങൾ ആദ്യത്തെ ചുവടെടുക്കുമ്പോൾ അടുത്ത ചുവട് എന്തെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. Fathers, I want to address you on a Father's Day today. പ്രത്യേകമായിട്ട് ഇന്ന് ഫാദേഴ്സ് ഡേ, പിതാക്കന്മാരുടെ ദിവസമായിരിക്കുന്ന ഇന്ന് പ്രത്യേകമായി ഞാൻ പിതാക്കന്മാരോട് ഇന്ന് പറയട്ടെ. You have an assignment as a king, as a priest, as a prophet of your home. ഒരു രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ ദൗത്യം നിങ്ങളുടെ ഭവനത്തിലുണ്ട്. You have an assignment to bring your home into godly order. നിങ്ങളുടെ ഭവനത്തെ ദൈവികമായിട്ടുള്ള ക്രമത്തിൽ കൊണ്ടുവരുവാനായിട്ടുള്ള വലിയൊരു ദൗത്യം നിങ്ങൾക്കുണ്ട്. Getting your family to be ready for the coming king. യേശുക്രിസ്തുവാകുന്ന രാജാവിന്റെ വരവിനായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഒരുക്കുക എന്നുള്ള വലിയ ദൗത്യം How നിങ്ങൾക്കുണ്ട്. you respond to this assignment will reveal what you believe about God. ഈ ദൗത്യത്തിനായിട്ട് നിങ്ങൾ എപ്രകാരം ഒരുങ്ങുന്നു എന്നുള്ളത്, നിങ്ങൾ എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി നൽകുന്നതാണ്. I want to encourage you, take steps of faith on what has been entrusted to you. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് എന്ത് ഏൽപ്പിച്ചു തന്നിരിക്കുന്നുവോ അതിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ ചുവടുകൾ എടുക്കുക. We'll go to verse 8, which says, by faith Abraham, when he was called, obeyed by going out to a place which he was to receive for an inheritance, and he went out not knowing where he was going. 8ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. The first one was test of new assignment. The second one from Abraham we learn
test of new directions. ആദ്യത്തേത് പുതിയതായിട്ടുള്ള ദൗത്യത്തിൻ്റെതായിട്ടുള്ള ശോധനയായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് പുതിയതായിട്ടുള്ള ദിശയുടേതായിട്ടുള്ള ശോധനയാകുന്നു. God is interested in changing the course of our life to fulfill what he has purposed for us. ദൈവം നമുക്ക് വേണ്ടി എന്ത് ഒരുക്കിയിരിക്കുന്നുവോ അതിനനുസരിച്ച് ദിശയെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കുന്നു. For which he will ask us to change certain directions in our life. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില ഗതികളെ തിരിക്കുവാനായിട്ട് ദിശകളെ മാറ്റുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടും. Abraham was doing well with his family and his business in that place. അബ്രഹാം തന്റേതായിട്ടുള്ള സ്ഥാനത്ത് തന്റെ കുടുംബവുമായി തന്റെ ബിസിനസ്സുമായി ഏറ്റവും നല്ല He രീതിയിലായിരുന്നു. was 75 years old, he had settled well and was ready to retire. തനിക്ക് 75 വയസ്സുണ്ടായിരുന്നു. താൻ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി താൻ ഇപ്പോൾ വിരമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. And God demanded a new direction for his life. എന്നാൽ തന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ദിശ ദൈവം ചോദിക്കുകയാണ്. Our God specializes in U-turns. ദൈവമാണെങ്കിലോ നമ്മുടെ ദൈവം ഈ യു ടേണുകളിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ദൈവമാകുന്നു. Abraham had a detour from his normal life to what God wanted him to do. അബ്രഹാം ആണെങ്കിലോ ദൈവം തന്റേതായിട്ടുള്ള ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക് സാധാരണ തന്റെ ജീവിതത്തിൽ നിന്ന് വലിയ ഒരു മാറ്റം തന്നെ വരുത്തുകയാണ്. Saul had an encounter with the Lord and he had a U-turn and he became a Paul. ശൗലിനാണെങ്കിലോ തന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം സംഭവിച്ച ഒരു യു ടേൺ ചെയ്തിട്ട് താൻ പൗലോസായി മാറുന്നു. Jonah did a U-turn and so did Nineveh. യോനയ്ക്ക് ഒരു വലിയ യു ടേൺ സംഭവിച്ചു. അതിനുശേഷം നിനവേലും അപ്രകാരം വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. Peter did deny Christ and then he had a U-turn and he came back to Christ. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞ് അതിനുശേഷം താൻ ഒരു യു ടേൺ എടുത്തതിന് ശേഷം യേശുവിലേക്ക് മടങ്ങി വരികയാണ്. The word of God time and again calls us to turn back from our evil ways and turn to God. തിരുവചനം നമ്മെ നിരന്തരമായിട്ട് നമ്മുടേതായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള വഴികളിൽ നിന്ന് മാറി തിരിഞ്ഞ് ദൈവത്തിന്റെ വഴികളിലേക്ക് വരുവാനായിട്ട് നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. The prophets have time and again said, come back to God Almighty, change your life, come back to God your God. പ്രവാചകന്മാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാകുന്നു, ആഹ്വാനം കൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യം ഇതാകുന്നു, നിങ്ങളുടേതായിട്ടുള്ള ദുഷ്ടവഴികളെ വിട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളുടെ വഴികളെ മാറ്റിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. By faith Abraham, when he was called, he obeyed. വിശ്വാസത്താൽ അബ്രഹാം താൻ വിളിക്കപ്പെട്ടപ്പോൾ താൻ അനുസരിച്ചു. When God changed the direction of Abraham, he obeyed. ദൈവം അബ്രഹാമിന്റെ ദിശ മാറ്റിയപ്പോൾ അബ്രഹാം അനുസരിച്ചു. It was a major change for Abraham. അത് തന്റെ ജീവിതത്തിൽ അബ്രഹാമിനൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. I don't think it was easy for him to answer questions, easy for him to talk to his friends and his relatives about his new change. തന്റെ സുഹൃത്തുക്കളോടോ തന്റെ കുടുംബാംഗങ്ങളോടോ ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. When God would ask us to make some changes, some change in direction to us, our response usually is, where Lord, is this the right time? Do I have the right reasoning for it? Can I calculate everything? ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ പറയുമ്പോൾ സാധാരണയുള്ള പ്രതികരണം ഇപ്രകാരമാണ്: കർത്താവെ, എങ്ങോട്ടാകുന്നു? ഞാൻ എല്ലാം കണക്ക് കൂട്ടി എല്ലാം ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നുവോ? എപ്രകാരമുള്ള മാറ്റമാകുന്നു ഇത്? എന്തുകൊണ്ട് ഇതിങ്ങനെ മാറുന്നു? യുക്തിപരമായിട്ടുള്ള ചിന്തകൾ എപ്രകാരം? ഇതെല്ലാമാകും നാം ചിന്തിക്കുന്നത്. Test of faith would mean trusting God at His word and obeying Him and ensuring that the change of course of direction happens in our life. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ശോധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കിന്മേൽ അതിനോട് പ്രതികരിച്ച് അതനുസരിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ആ ദിശാമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതാകുന്നു. I want to tell you, people who are watching this video, for some it could be a full U-turn, for some it could be a shift, for some it could be a minor change, but when God asks you to change direction, let's obey God. ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളിൽ ചിലർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു യു ടേൺ പോലെ തന്നെ ആയിരിക്കാം, എന്നാൽ മറ്റു ചിലർക്ക് ഒരു ചേഞ്ച് ആയിരിക്കാം, ഒരു ഷിഫ്റ്റ് ആയിരിക്കാം, ഒരു മാറ്റമായിരിക്കാം. എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ വളരെ നേരിയ ഒരു വ്യതിയാനമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ശരി, യേശുവിൻ്റെ വാക്കിന്മേൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അനുസരിച്ചാട്ടെ. If God is nudging you today to make some course correction, I want you to respond to the call of God and obey Him. That's the test of faith. ദൈവം ഇന്ന് നിങ്ങളെ പ്രത്യേകമായി സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ദിശയിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് അപ്രകാരമാകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രതികരിച്ച് നിങ്ങൾ അതിനെ അനുസരിച്ചാട്ടെ. അത് വിശ്വാസത്തിന്റെ ശോധനയാകുന്നു. It's a test of new direction. അത് പുതിയ ദിശയുടേതായിട്ടുള്ള ഒരു ശോധനയാകുന്നു. Peter and his friends cleaned their net. They had
done with that day's work and they did not have a catch. They were disappointed, maybe upset about the whole thing, and that's the situation they were in. പത്രോസും തൻ്റെതായിട്ടുള്ള സുഹൃത്തുക്കളും അവർ വല കഴുകി അവർക്ക് ആ ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ അവർ നിരാശപ്പെട്ട് ആയിരിക്കുന്ന സാഹചര്യമാകുന്നു അവിടെ ഉള്ളത്. Jesus comes by and tells them, cast the net on the other side, change of direction. യേശു അവിടെ വന്ന് പറയുകയാണ്, നീ ആ ഭാഗത്തേക്ക് വലയിറക്കുക, അവിടെ ദിശയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. Peter responded, at your word, Lord. And he cast the net on the other side and he had a catch of his lifetime. പത്രോസ് അവിടെ പറയുകയാണ്, അങ്ങയുടെ വാക്കിന്മേൽ ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞിരിക്കുന്നിടത്ത് വലയിറക്കി തൻ്റെ ജീവിതകാലത്തിലെ ഏറ്റവും മികച്ച പെരുത്ത മീൻകൂട്ടം താൻ കാണുകയാണ്. If our Lord is asking you to make some change in the course of the direction that you are taking, let's obey him. ഇന്ന് ദൈവം നിങ്ങളോട് നിങ്ങൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള ദിശയിൽ അല്പം മാറ്റം വരുത്തുവാനായിട്ട് പറയുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ദൈവത്തെ അനുസരിക്കാം. God has called us to be his disciple and to be his disciple maker. That's the direction God wants us to take. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശിഷ്യരാകുവാനായിട്ടും ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനുമാകുന്നു. ആ ദിശ വേണം നാം എടുക്കുവാനായിട്ട്. And if you are not aligned to that direction, God is inviting you to come back and be a disciple and a disciple maker for Christ. നിങ്ങളെ തന്നെ ആ ഒരു ദിശയ്ക്ക് അനുസരിച്ച് ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ അതിനായി വിളിക്കുകയാണ്, യേശുവിന്റെ ശിഷ്യനാകുവാനായിട്ടും അതോടൊപ്പം തന്നെ ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനുമായി. Some of us during this last couple of weeks during the lockdown, we would have slowed down. നമ്മിൽ ചിലർ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾ അല്ലെങ്കിൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് നാം ഒരു മന്ദഗതിയിലായിരിക്കാം. Some of us would have backslidden. നമ്മിൽ ചിലർ ചിലപ്പോൾ പിന്മാറ്റത്തിലായിരിക്കാം. Some of us would gone back to some old sinful patterns. ചിലരാണെങ്കിൽ പഴയ പാപത്തിൻ്റെതായിട്ടുള്ള രീതികളിലേക്ക് അല്ലെങ്കിൽ പ്രലോഭനത്തിലേക്ക് പോയിട്ടുണ്ടാകാം. Some of us would be struggling with laziness and procrastination. ചിലരാണെങ്കിൽ അലസത കൊണ്ടും എല്ലായ്പ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലത്തിലേക്കും നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടാകാം. And whatever the case may be, that the Holy Spirit is nudging you today. ഇന്ന് എന്ത് തന്നെ നിങ്ങളുടെ കാരണമാണെങ്കിലും ശരി, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. God is calling you, change your direction. ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ദിശയിൽ നിങ്ങൾ മാറ്റം വരുത്തണം. That's a test of faith. അത് വിശ്വാസത്തിന്റെ ഒരു ശോധനയാകുന്നു. How you respond to this call will qualify you to the next step and will help you grow stronger. ഈ വിളിയോട്, ഈ ശോധനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അടുത്ത ചുവടിനായിട്ട് നിങ്ങളെ യോഗ്യരാക്കുന്നു. അതിൽ നിന്ന് ബലവാനായി മുന്നേറുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. Bible says without faith you cannot please God. വചനം പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. And if you want to respond to God in faith, let's take some steps in obedience. നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് വിശ്വാസത്തിന്റെ ചുവടുകൾ എടുക്കാം. Do not allow this opportunity to pass by. Let's respond now. ഈ അവസരം കടന്നു പോകുവാനായിട്ട് നാം അനുവദിക്കരുത്. നമുക്ക് ഇപ്പോൾ തന്നെ ഇതിനോട് പ്രതികരിക്കാം. We're going to pray in a minute. നാം 1 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. And if there is any area that the Holy Spirit is nudging you പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രത്യേകമായി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, to change direction, ദിശകളെ മാറ്റുവാനായി Abraham obeyed. അബ്രഹാം അനുസരിച്ചു. What about you? നിങ്ങളെ സംബന്ധിച്ച് എന്താകും? Without faith we cannot please God. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Let's please God by our obedience today. നമ്മുടെ അനുസരണത്തിലൂടെ ഇന്ന് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. Father, we come to you this day. പിതാവേ, ഈ ദിവസം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. You're already working in our spirit. കർത്താവ് ഞങ്ങളുടെ ആത്മാവിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. Lord, if we have turned away from you, കർത്താവെ, അങ്ങയുടെ വഴികളിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിരിക്കുന്നുവെങ്കിൽ, Lord, we say we are sorry for what we have done with our life. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവോ അതിനായിട്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. But we come to you, O God. എന്നാൽ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. We can always approach your throne of grace with confidence. ഞങ്ങൾക്ക് ധൈര്യത്തോടുകൂടെ അങ്ങയുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വരാമല്ലോ. And we turn our ways to you. ഞങ്ങളുടെ വഴികളെ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് ആക്കുന്നു. We want to fix our eyes on you, Jesus. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we want to live for you. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, thank you
for accepting us the way we are. കർത്താവെ, ഞങ്ങൾ എപ്രകാരമായിരിക്കുന്നുവോ അതുപോലെ ഞങ്ങളെ സ്വീകരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. I want to tell you the heaven rejoices for your obedience. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അനുസരണത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. When you take a step of obedience, the Lord will say, I am their God. നിങ്ങൾ അനുസരണത്തിൻ്റെതായിട്ടുള്ള ഒരു ചുവടെടുക്കുമ്പോൾ ദൈവം പറയും, ഞാൻ അവന്റെ ദൈവമാകുന്നു. Every step of obedience pleases God. അനുസരണത്തിന്റെ ഓരോ ചുവടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. So the first test was test of new assignment. അതുകൊണ്ട് ആദ്യത്തെ ശോധന എന്ന് പറയുന്നത് പുതിയ ദൗത്യങ്ങളുടേതായിട്ടുള്ള ശോധനയായിരുന്നു. The second test is test of new directions. രണ്ടാമതായിട്ടുള്ള ശോധന എന്ന് പറയുന്നത് പുതിയ ദിശയുടേതായിട്ടുള്ള ശോധനയാകുന്നു. And I want to talk about the third test, മൂന്നാമതായിട്ടുള്ള ശോധനയെ കുറിച്ച് ഞാൻ പറയുവാൻ for ആഗ്രഹിക്കുന്നു. which we will read verse 9. അതിനായിട്ട് നാം 9-ാമത്തെ വാക്യം നാം വായിക്കുന്നു. By faith he lived as an alien in the land of promise, as in a foreign land, dwelling in tents with Isaac and Jacob, fellow heirs of the same promise. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. From the day of the promise to the fulfillment of promise, there was a huge time gap. വാഗ്ദത്തം നൽകിയ ദിവസം തൊട്ട് അതിന്റെ നിവൃത്തി വരെ വലിയ ഒരു കാലയളവ് തന്നെ ഉണ്ടായിരുന്നു. Test of delays. താമസത്തിൻ്റെതായിട്ടുള്ള ആ കാലതാമസത്തിൻ്റെതായിട്ടുള്ള ശോധന. Talk about delays and waiting. കാലതാമസത്തെക്കുറിച്ചും കാത്തിരിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുവാൻ പോവുകയാണ്. We cannot tolerate a 2-second video ad in YouTube. നമുക്ക് യൂട്യൂബിൽ തന്നെ 2 സെക്കൻഡായിട്ടുള്ള ഒരു പരസ്യം തന്നെ പലപ്പോഴും നമുക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. We want instant weight loss, instant successes. Everything needs to be so fast. നമുക്ക് ഭാരം കുറയണമെങ്കിൽ അല്ലെങ്കിൽ വിജയം, ഇതെല്ലാം നമുക്ക് എല്ലാം പൊടുന്നനെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണം. Thank God for lockdown. It taught us how to slow down and how to wait. ലോക്ക്ഡൌണിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കാരണം അത് കാത്തിരിക്കുന്നത് എപ്രകാരമെന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. From the time God called Abraham, or call him Abraham in Haran, to the time when his son of promise came in, it was almost 3 decades. ഹാരാനിൽ നിന്ന് അബ്രഹാമിനെ ദൈവം എപ്പോൾ വിളിച്ചോ ആ സമയം തൊട്ട് തന്റെ വാഗ്ദത്ത പുത്രനായിട്ടുള്ള ഇസഹാക്ക് ജനിക്കുന്നവരെ 3 പതിറ്റാണ്ടുണ്ടായിരുന്നു. God called Abraham when he was 75 years old. By the time the fulfillment happened, he was almost 100. 75 വയസ്സുള്ളപ്പോഴാകുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചത്. എന്നാൽ ആ വാഗ്ദത്തം നിവൃത്തിയായപ്പോഴത്തേക്കും തനിക്ക് 100ഓളം വയസ്സായിരിക്കുന്നു. He started with a lot of excitement. താൻ വലിയ ആവേശത്തോടുകൂടി ആരംഭിച്ചു. I really do not know how he spent that 25 years of waiting. എപ്രകാരം താൻ ആ 25 വർഷം കാത്തിരുന്നു എന്നുള്ളത് ഞാൻ ശരിക്കും ചിന്തിച്ചു പോവുകയാണ്. Between Genesis 12 and 25, couple of pages here, it would be, even if you start reading it, it would just take about 30 minutes to read the whole portion of 25 years. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം തൊട്ട് 25-ാമത്തെ അധ്യായം വരെയുള്ള ആ പേജുകൾ വായിക്കണമെങ്കിൽ 30 മിനിറ്റ് മതിയാകാം. But I really cannot stretch my imagination to understand what would Abraham would have gone through in that period of time. എന്നാൽ ആ കാലയളവിൽ എബ്രഹാം എങ്ങനെ എന്തിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളത് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. Lot of questions, അനേക ചോദ്യങ്ങൾ, lot of doubts. അനേക സംശയങ്ങൾ. Did I hear this correct? ഞാൻ ഇത് ശരിയായ രീതിയിൽ തന്നെയാണോ കേട്ടത്? Or is it my own thinking? അതോ എന്റെ തന്നെ സങ്കല്പങ്ങളും ചിന്തകളുമാണോ? Or am I believing something which is wrong? അതോ ഞാൻ തെറ്റായിട്ടുള്ള എന്തെങ്കിലുമാണോ വിശ്വസിക്കുന്നത്? And that's a test of faith. അത് വിശ്വാസത്തിന്റെ ഒരു ശോധനയാകുന്നു. And we see some patterns like this when we have a promise from the Lord, and by the time it fulfills, there is a time gap, and in that time gap we go through a pattern. നാം ഈ ഒരു രീതി തന്നെ പലപ്പോഴും കാണുകയാണ്. വാഗ്ദത്തം ലഭിക്കുന്ന സമയം തൊട്ട് അത് നിവൃത്തിയാകുന്നത് വരെയുള്ള ആ കാലയളവിൽ ഒരു വ്യക്തി എന്തിലൂടെ കടന്നു പോകുന്നോ അതിൽ പലപ്പോഴും നാം ചില രീതികൾ കാണുകയാണ്. When we get a promise, we are so excited about it. നമുക്ക് ഒരു വാഗ്ദത്തം ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം ഏറ്റവും ആവേശമുള്ളവരാകുന്നു. I want to tell you the promises of God is yes and amen. ഞാൻ നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് ആമേൻ ആകുന്നു. Every word that proceeds from the mouth of the Lord will come to pass. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അത് നിശ്ചയമായും നിവൃത്തിയാകും. The promises of God over your life, the promises in the scripture are bound to happen because it is a word
from God. തിരുവചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അത് നിശ്ചയമായും നിറവിൽ വരും. കാരണം അത് ദൈവത്തിൻ്റെതായിട്ടുള്ള വാക്യമാകുന്നു. But the timing belongs to God. എന്നാൽ അതിന്റെ സമയം യഹോവയ്ക്കുള്ളതാകുന്നു. During the time, ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലയളവിൽ we might get very excited about the promise that we have received. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വാഗ്ദത്തത്തെ സംബന്ധിച്ച് നാം വലിയ ആവേശമുള്ളവരായിരിക്കും. And we will declare the promises of our situations. നാം സാഹചര്യങ്ങളുടെ മേൽ ആ വാഗ്ദത്തങ്ങളെ നാം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. And you must declare those promises because those are the word of God. നിങ്ങൾ നിശ്ചയമായും ഈ വാഗ്ദത്തങ്ങളെ നിങ്ങൾ പ്രഖ്യാപിക്കണം. കാരണം അത് ദൈവത്തിന്റെ വാക്കാകുന്നു. And then we go through a phase of waiting. അതിനുശേഷം നാം ഒരു കാത്തിരിപ്പിൻ്റെതായിട്ടുള്ള കാലയളവിലൂടെ നാം കടന്നു പോകുന്നു. That phase is where the faith is getting tested. ആ സമയത്താണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. And after a time of waiting, we start doubting. അതിനുശേഷം ആ കാലയളവിൽ അല്ലെങ്കിൽ ആ കാത്തിരിപ്പിന്റെ സമയത്തിലൂടെ കടന്നു പോയതിനു ശേഷം നാം സംശയിക്കുവാൻ തുടങ്ങുന്നു. In that doubt, do we trust God, the promise giver? ആ സംശയത്തിൻ്റെതായിട്ടുള്ള സമയത്ത് വാഗ്ദത്തം തന്ന ദൈവത്തെ നാം വിശ്വസിക്കുന്നുണ്ടോ? And if we do, we would go into a time of testing. നാം വിശ്വസിക്കുന്നുവെങ്കിൽ നാം ആ ശോധനയിലൂടെ വീണ്ടും കടന്നു പോകും. And when we go through the testing and we hold fast to the promises of God, ശോധനയിലൂടെ നാം കടന്നുപോയി ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ the Lord is pleased with us. ദൈവം നമ്മിൽ സന്തുഷ്ടനാകുന്നു. And He takes pride to tell, I am their God. ദൈവം അവിടെ അഭിമാനത്തോടുകൂടെ പറയുകയാണ്, ഞാൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ ദൈവമാകുന്നു. And in God's time, He will bring the fulfillment. ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് തക്ക സമയത്ത് ദൈവം ആ വാഗ്ദത്തത്തിനെ നിവർത്തി കൊണ്ടുവരികയും ചെയ്യും. God wants to see our heart during the time of waiting. ഈ കാത്തിരിപ്പിന്റെ സമയത്ത് നമ്മുടെ ഹൃദയം എപ്രകാരമാകുന്നു എന്നുള്ളത് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. His delay is not His denial. ദൈവത്തിൻ്റെതായിട്ടുള്ള കാലതാമസം എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നതായിട്ടുള്ള അനുഭവമല്ല. Every promise over your life will come to pass. നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള സകല വാഗ്ദത്തങ്ങളും നിശ്ചയമായും നിറവിൽ വരും. But He wants us to trust the promise giver. എന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന് ആഗ്രഹം നാം ആ വാഗ്ദത്തം തന്ന ദൈവത്തെ നാം വിശ്വസിക്കണം എന്നുള്ളതാകുന്നു. Some of us are asking this question, when, Lord? നമ്മിൽ ചിലർ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ എപ്പോഴാകുന്നു? It's good to say, in your time. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാകുന്നു. ദൈവത്തോട് പ്രതികരിക്കേണ്ടത് ഇപ്രകാരമാകുന്നു, അങ്ങയുടെ സമയത്ത്. In your time. അങ്ങയുടെ സമയത്ത്. You will bring it to pass. അങ്ങ് തക്ക സമയത്ത് അത് നിവർത്തീകരിക്കും. I want to tell you, it thrills the heart of the Father. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് പിതാവിന്റെ ഹൃദയത്തെ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യമാകുന്നു. Some of us have been waiting for marriages. നമ്മിൽ ചിലർ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. Waiting for healing to manifest. സൗഖ്യം വ്യാപരിക്കേണ്ടതിനായി കാത്തിരിക്കുകയാണ്. Waiting for some promotions. ചില സ്ഥാന കയറ്റത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. Waiting for some financial deliverance. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. Waiting for jobs. ജോലിക്കായിട്ട് കാത്തിരിക്കുകയാണ്. God has a promise for it. ദൈവത്തിന് അതിനെ സംബന്ധിച്ച് വാഗ്ദത്തങ്ങളുണ്ട്. He will keep His promise. ദൈവം നിശ്ചയമായും തന്റെ വാഗ്ദത്തങ്ങളോട് നീതി പുലർത്തുന്ന ദൈവമാകുന്നു. But timing is His. എന്നാൽ ആ സമയം എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാകുന്നു. And that's a test of God's timing. അത് ദൈവത്തിന്റെ സമയത്തെ സംബന്ധിച്ചുള്ള ഒരു ശോധനയാകുന്നു. I want to tell you, God's timing is perfect. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ സമയം ഏറ്റവും മികച്ചതാകുന്നു. God's never late, never too early. ദൈവം ഒരിക്കലും നേരത്തെയും ആകുന്നില്ല, താമസിക്കുകയും ചെയ്യുന്നില്ല. He knows the right time. ദൈവത്തിന് തക്ക സമയം ഏതെന്ന് അറിയുന്നു. He will intervene. ദൈവം കടന്നു വരും. I want to tell you, God is a faithful God. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം വിശ്വസ്തനായ ദൈവമാകുന്നു. His character is unchanging. ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കലും മാറ്റമില്ലാത്ത സ്വഭാവമാകുന്നു. It is for us to wait on the Lord. നാം ആകുന്നു ദൈവത്തിൽ കാത്തിരിക്കേണ്ടത്. Wait for the Lord, be strong, let your heart take courage. Wait for the Lord, says Psalms 27. സങ്കീർത്തനം 27 അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിങ്കൽ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ ധൈര്യത്തോടു കൂടി ആയിരിക്കുക, നിങ്ങൾ കർത്താവിൽ കാത്തിരിക്കുക. And let us not grow weary of doing good things. നാം നന്മ ചെയ്യുന്നതിൽ നിന്ന് നാം തളർന്നു പോകാതിരുന്നാൽ, Our God is a faithful God. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാകുന്നു. He wants us to fix our eyes on Jesus, ദൈവത്തിന് ആഗ്രഹം നമ്മുടെ കണ്ണുകളെ ക്രിസ്തുവിൽ ഉറപ്പിക്കണം the എന്നുള്ളതാണ്. author and perfecter of our faith. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമാകൻ He's allowing various tests to go through ദൈവം നാം വ്യത്യസ്തമായിട്ടുള്ള ശോധനയിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുകയാണ്. so that we will be built strong അങ്ങനെ നാം ബലവാന്മാരാകേണ്ടതിന്, and we will become more like Jesus. അങ്ങനെ നാം ക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന്. Let's put our trust in Him and Him alone. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ നമ്മളുടെ വിശ്വാസത്തെ അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. Test of new assignment. പുതിയ ദൗത്യങ്ങളുടേതായിട്ടുള്ള ശോധന.
test of new direction, പുതിയ ദിശകളുടേതായിട്ടുള്ള ശോധന, test of God's timing. ദൈവത്തിന്റെ സമയത്തിൻ്റെതായിട്ടുള്ള ശോധന. Any of this test, if you're going through, നിങ്ങൾ ഈ ഏതെങ്കിലും ശോധനയിലൂടെ കടന്നു I പോകുന്നുവെങ്കിൽ want to encourage you. ഞാൻ നിങ്ങളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കട്ടെ. Face the test. നിങ്ങൾ ആ ശോധനയിലൂടെ കടന്നു പോകുവാൻ ഒരുങ്ങിയിരിക്കുക. Trust in Him alone. നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. And let's clear this test. ഈ ശോധനയിലൂടെ നമുക്ക് ജയിച്ച് പുറത്തു വരാം. That will please our Father. അത് നമ്മുടെ പിതാവിനെ തീർച്ചയായും സന്തുഷ്ടനാകും. That He will say, I'm proud of you. അങ്ങനെ ദൈവത്തിന് ഇപ്രകാരം പറയുവാനിടവരും, ഞാൻ അവനിൽ അഭിമാനിക്കുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Hello, WICC. I just want to wish all the fathers in our home a happy, wonderful Father's Day. ഹലോ WICC, എല്ലാ പിതാക്കന്മാർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാക്കന്മാരുടെ ദിവസം ഫാദേഴ്സ് ഡേ ഞാൻ ആശംസിക്കുകയാണ്. I just want you to know you are not a father by accident, you're a father by God's plan. ഞാൻ ഇന്ന് നിങ്ങൾ പ്രത്യേകമായി അറിയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആകസ്മികമായിട്ട് നിങ്ങളൊരു പിതാവായതല്ല, എന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. You need to appreciate the role, the influence, the godly place God has placed you in. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ സ്വാധീനത്തിൻ്റെതായിട്ടുള്ള ഈ മണ്ഡലം നിങ്ങൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. 1 Corinthians 4:15 says, Apostle Paul says, even though you have many teachers, I've become to you a father. 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് അനേകായിരം ഗുരുക്കന്മാരുണ്ടാകാം, എന്നാൽ ഒരു പിതാവ് മാത്രമേ ആകുന്നു, അത് ഞാനാകുന്നു. It's a great place of influence. അത് വലിയ സ്വാധീനത്തിൻ്റെതായിട്ടുള്ള ഒരു ചുമതലയാകും. So go ahead and just love your family. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചാട്ടെ. The 1 John 3:1 talks about the father's love. 1 യോഹന്നാൻ 3-ാം അത് പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. Fathers should be known for their love. പിതാക്കന്മാർ അവരുടെ സ്നേഹത്തിനായിട്ട് അറിയപ്പെടേണ്ടവരാകും. When we begin to love our family, they feel safe. നാം നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്തിൻ്റെതായിട്ടുള്ള ബോധം ലഭിക്കുന്നു. And I want you to know that safety will build strong emotional bonds that will take them a long way. ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയട്ടെ, ആ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് അകത്ത് വലിയ ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ബന്ധത്തിന് അത് കാരണമാകുന്നു. അത് ആ കുടുംബത്തെ അനേക നാളുകളിലേക്ക് ഉറപ്പിച്ചു നിൽക്കുന്നു. As a father, we can hear from God on behalf of the family. ഒരു പിതാവായിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. Don't be worried, God won't leave you orphans. ഒരിക്കലും നിങ്ങൾ പരിഭ്രമിക്കരുത്, ദൈവം ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല. You can hear from God the plans of God the Father for your family. പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. From there you can instruct your family in the way God wants them to go. അതിനുശേഷം ഈ കുടുംബം എപ്രകാരം ദൈവത്തിന്റെ വഴിയിൽ മുന്നേറണമോ അതിനനുസരിച്ച് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയും. Teach them the ways of the Lord. ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ അവരെ പഠിപ്പിച്ചാട്ടെ. And from there you model it out for them. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാതൃകയാകുക. When they see you, let them see Jesus. അവർ നിങ്ങളെ കാണുമ്പോൾ അവർ യേശുവിനെ കാണുമാറാകട്ടെ. And finally, if they're discouraged because they're not able to reach a particular standard, ഏറ്റവും ഒടുവിലായിട്ട് ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ട് അവർക്ക് കഴിയാതെ അവർ നിരാശപ്പെടുമ്പോൾ just encourage them. അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. Jesus was a great encourager. യേശു ഒരു വലിയ പ്രോത്സാഹകനായിരുന്നു. He said, do not be troubled. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Fathers, encourage your home. പിതാക്കന്മാർ നിങ്ങളുടെ ഭവനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. On behalf of God the Father. പിതാവാകുന്ന ആ ദൈവത്തിന് സ്ഥാനത്ത് നിന്നുകൊണ്ട്. And God will raise your family to be a mighty family in our generation. അങ്ങനെ ഈ തലമുറയിൽ ഒരു ബലമുള്ള കുടുംബമായി ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും. Let me pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Lord, I pray for all the fathers. പിതാവേ, എല്ലാ പിതാക്കന്മാർക്കുമായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. I pray for a confidence in their spirit that they can lead on behalf of God. യേശുവിന് വേണ്ടി അവർക്ക് നയിക്കുവാൻ കഴിയുമെന്നുള്ള വലിയൊരു ഉറപ്പ് ഇപ്പോൾ തന്നെ അവരുടെ ആത്മാവിൽ സംഭവിക്കുമാറാകട്ടെ. Release an anointing to be great fathers on God's behalf. ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരാകുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ അവരുടെ മേൽ പകരുന്നു. Let them know they're not alone. അവർ അറിയുമാറാകട്ടെ, അവർ ഒരിക്കലും ഏകരല്ല. Fill them with your love, അവിടുത്തെ സ്നേഹത്താൽ അവരെ നിറയ്ക്കുമാറാകണം. with your instruction, അവിടുത്തെ നിർദ്ദേശങ്ങളാൽ, and with your encouragement, അവിടുത്തെ പ്രോത്സാഹനത്താൽ, that they can be an example. അങ്ങനെ അവർക്കൊരു മാതൃകയാകുവാൻ കഴിയും. I bless them, O God, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു in Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen and amen. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഓൺലൈൻ സർവീസ് നിശ്ചയമായും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിരിക്കുന്നുവെങ്കിൽ, ഈ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും
നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. contact@wicc.in എന്നുള്ള ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾ നിശ്ചയമായും ഈ സാക്ഷ്യങ്ങൾ എഴുതി അയക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാകുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ വർഷം നൽകിയിരിക്കുമ്പോൾ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ വർഷം കൂടെ ചേർക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള കരം ബലപ്പെട്ടിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി ഈ പ്രിയപ്പെട്ടവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ വർഷം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. അത് മുഖാന്തരം ദൈവരാജ്യത്തിന് വലിയ മഹത്വവും മാനവും ഇവർ കൊണ്ടുവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെ ജീവിതത്തിൽ കുടുംബത്തെ പുതിയ ഒരു ദൈവിക നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ വർഷം പ്രബലപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കുടുംബമായി ഈ വർഷം ഇവർ വലിയ രീതിയിൽ അറിയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെതായിട്ടുള്ള ആ തേജസ് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് വലിയ രീതിയിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. WICC കുടുംബമായ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കൂടാരങ്ങളെ കർത്താവ് വിശാലമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കും. നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് ഈ ആഴ്ച നാം ചിലവിടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ സർവീസ് ക്ലോസ് ചെയ്യാം. കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധന സമയം തന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വചനം ഞങ്ങൾ സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ശോധനകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ജയിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയ ദൗത്യങ്ങളിലേക്ക്, പുതിയ ദിശകളിലേക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് ഞങ്ങളെ നയിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് വിശ്വാസം നിറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നേരുന്നു. ഗോഡ് ബ്ലെസ് യു.